ആഹാ, മഴ പെയ്ത് എല്ലാ തോടും പാടും ഒക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞു കേട്ടോ. ആ ടൈമിലാണ് ഞാൻ പോകുന്നത്. ഒന്നുമല്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണമല്ലോ എന്തായാലും. അപ്പോഴത്തേക്കും ഒരുവിധം വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെ ചെറുതാകുമ്പോൾ കളിച്ചും കുളിച്ചും നടന്ന തോടാണ് കേട്ടോ. ഇപ്പോൾ യാമിക്കൊക്കെ ഒന്ന് കാണാൻ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് അവർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടിയൊരു തുണിയാണോ, ആരോ മീൻ പിടിച്ചു പോയ തുണിയാണ്. അത് വെച്ച് അരിച്ച് കുഞ്ഞി മീനൊക്കെ കിട്ടി. ഞങ്ങൾ പാത്രമൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ യാനിക്കുട്ടൻ വെള്ളത്തിൽ ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ അതാ അവളെ ഒക്കത്തെടുത്തോണ്ട് നിൽക്കുകയാണ് ഞാൻ. ഇവരിതാ മീൻ അരിക്കുന്നു പിടിക്കുന്നു. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണായിരിക്കും കേട്ടോ, ഇങ്ങനെ അരിക്കുന്ന പിടിക്കുന്നതൊക്കെ. അവനൊക്കെ പിന്നെ സ്ഥിരമായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇവിടെ, നമ്മളവിടെയൊന്നും ഇങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. വീടിൻ്റെ ഉള്ളിൽ ചുറ്റുപാട്ടിലേക്കൊന്നും അങ്ങനെ വല്ലാണ്ട് പോകണ ഒരു ടൈപ്പ് ആൾക്കാരല്ല. പക്ഷേ ഇവിടെ വന്നാലാണ് ഇവർ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക പ്രകൃതിനെയൊക്കെ. എന്തായാലും നമ്മൾ മക്കളെയൊക്കെ ഇതൊക്കെ അറിയിക്കണമല്ലോ, അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അവയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഞാൻ നല്ല സന്തോഷത്തിലാണ്. പക്ഷെ കുറച്ചുകൂടെ നേരത്തെ വരെയാണ് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൽ കളിപ്പിക്കാനോ കുളിപ്പിക്കാനോ ഒന്നും തോന്നിയില്ല. ഞങ്ങൾ തോർത്തൊക്കെ ആയിട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. പക്ഷേ അതത്ര ഒഴുക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ല, ശരിക്കും നല്ലതായിട്ട് ഉണ്ടാവാറുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന ഒരു സെറ്റപ്പിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ അവിടെ ഇറങ്ങി മീൻ പിടിച്ച് ഇവിടെ ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ഏതോ ഒരു മീനിനെ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഇതാ മീനിന് വേണ്ടിയുള്ള ഹണ്ടിങ്ങിലാണ്. അപ്പോൾ വലിയ മീൻ പോയി എന്നൊക്കെ പറയായിരുന്നു. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വെക്കുകയാണ് അരിക്കാൻ വേണ്ടിയിട്ട്. അരൂലുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട്. അപ്പം എല്ലാം അവിടെയാണെങ്കിൽ ആകെ യാമി ഹെൽപ്പ് ചെയ്യാം കേട്ടോ ആദ്യനെ, വീണ് കൊണ്ടാന്നും പറഞ്ഞിട്ട്. അവിടെ ആണെങ്കിൽ കുറച്ച് കാണുമ്പോൾ നമുക്കത്ര വെള്ളമോ ചളിയൊന്നും ഇല്ല തോന്നില്ല. പക്ഷെ നല്ല ആഴത്തിലേക്ക് കാല് പോകുന്നൊരു അടിച്ചാ മീൻ ഇപ്പുറത്തെ കൂടെ പോയി ഇവരടിച്ചപ്പോൾ അപ്പുറത്തെ കൂടെ മീൻ പോയി. ജസ്റ്റ് ഇവിടെയൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിക്കൂടെ സ്നേഹം അങ്ങനെ ആക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആക്ക് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ മീൻപിടുത്തൊക്കെ നിർത്തി ഇത് എല്ലാം ആയിട്ട് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടി. ഇതാ വഴക്കളിയൊക്കെ ഉണ്ടായിട്ട് കേട്ടോ പാടത്തൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.